صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ സൈഫുള്ള ഖാസിം, അതുപോലെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, കൊച്ചുമക്കളെ, വിശുദ്ധ റമളാനിൻ്റെ മുന്നൊരുക്കം, അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ട, ഒരുങ്ങേണ്ട മാർഗനിർദ്ദേശങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ, എന്നാൽ മനസ്സിലേക്ക് കൃത്യമായി പ്രവേശിക്കുന്ന രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചു. ഇനിയൊരു വസിയ്യത്തിൻ്റെ ഒരാവശ്യമില്ല എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഒരുപാട് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് വസിയ്യത്തുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പലതരങ്ങളിലുള്ള വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിരോധനങ്ങൾ, നിഷിദ്ധമായ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ അല്ലാഹു വിലക്കപ്പെട്ട ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാണ് സഹോദരങ്ങളെ ഈ കൽപ്പനകൾ, ഈ വസിയ്യത്തുകൾ, ഈ സാരോപദേശങ്ങൾ, ഈ പുണ്യപ്രവർത്തനങ്ങൾ? എന്തിനാണ് ഒരുപാട് വിലക്കുകൾ, വിലങ്ങുകൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ? പ്രിയമുള്ളവരെ, നമ്മെ ഒരു മനുഷ്യനാക്കുക എന്നതാണ്, യഥാർത്ഥത്തിലുള്ള ഒരു നല്ല മനുഷ്യനാക്കുക എന്നതാണ്. അതാണ് നമസ്കരിച്ച മനുഷ്യൻ, നോമ്പ് നോറ്റ മനുഷ്യൻ, സക്കാത്ത് നൽകിയ മനുഷ്യൻ, ദാനധർമ്മ പ്രവർത്തനങ്ങൾ നടത്തിയ മനുഷ്യൻ, ഒരുപാട് പുണ്യപ്രവർത്തനം നടത്തിയൊരു മനുഷ്യന് നരകത്തിൽ പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിച്ചു എന്നാണ്. നമ്മുടെ സ്വഭാവപരമായിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ കാര്യങ്ങൾ, അത് ഉണ്ടായതുകൊണ്ടാണ് നരകത്തിൽ പോയത് എന്ന്. അപ്പം നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ കാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മെ നല്ലവരാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹു പറയാണ്, വലഖദ് കറംനാ ബനീ ആദം. ആരാ പറയണത്? നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവ് പറയാണ്, മനുഷ്യ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട്. ആരാ ആദരിച്ചത്? അല്ലാഹുവാണ് ആദരിച്ചത്. നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കണമെങ്കിൽ, നമ്മുടെ അയൽവാസികളെ ആദരിക്കണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ അവരെ ആദ്യം അങ്ങോട്ട് ആദരിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നാം ആദരിക്കാതെ, ബഹുമാനിക്കാതെ, നാം അവരെ സ്നേഹിക്കാതെ നമ്മുടെ പൊന്നുമക്കള് നമ്മെ സ്നേഹിക്കുകയില്ല, നമ്മെ ആദരിക്കുകയില്ല, നമ്മെ ബഹുമാനിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളയാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് ആരോഗ്യം നൽകിയത്, ഓർമ്മശക്തി നൽകിയത്, ബുദ്ധിപരമായ കരുത്ത് നൽകിയത്, ഈ ഭൂമി ലോകത്ത് ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ നൽകിയത്, അനുഗ്രഹങ്ങൾ എല്ലാം അള്ളാഹ് നൽകി. ആ അള്ളാഹ് പറയാണ്, മനുഷ്യപുത്രന്മാരെ നാം ആദരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയണം അള്ളാഹ്, വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. നാം സൃഷ്ടിച്ച ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ
ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളിൽ പെടാനാണ് നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ പഠനം, നമ്മുടെ മുഴുവൻ നാം മനുഷ്യനായി തീരുക എന്നതാണ്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയം പ്രഭാത നമസ്കാരം കഴിഞ്ഞ് മഹാനായ ഖലീഫ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകും. സ്വഹാബികൾ മത്സരിക്കുന്നവരാണ് പുണ്യപ്രവർത്തനം ചെയ്യാൻ. മഹാനായ ഖലീഫ പോകുന്നതിൻ്റെ പിന്നിൽ പല പ്രാവശ്യം ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പുണ്യപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് സ്വയം അവസാനം തോൽവി സമ്മതിച്ച ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാതെ പിന്നിൽ നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം യാത്ര ചെയ്തു, നടന്നുപോയി. അങ്ങനെ ഒരു ചെറിയ കുടിലിലേക്ക് പ്രവേശിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ മാറി നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ആ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം വന്ന വഴിക്ക് തിരിച്ചുപോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ കാണാതിരിക്കാൻ മാറി നിന്നു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വീട്ടിലേക്ക് പ്രവേശിച്ചു, ഈ കുടിലിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ആ വീട്ടിലുണ്ട്. എഴുന്നേൽക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് ആ വീട്ടിലുള്ളത്. ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവിടെ ഒരാൾ വന്നല്ലോ, അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ആ മനുഷ്യൻ വരും, എന്നിട്ട് ആ മനുഷ്യൻ ഇവിടെ മുഴുവൻ വൃത്തിയാക്കും, എന്നെ കുളിപ്പിക്കും, എനിക്ക് പുതിയ വസ്ത്രം ധരിപ്പിക്കും, എൻ്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കും, എനിക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്യും, ഭക്ഷണം എനിക്ക് നൽകും, എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അല്ലാഹുവേ, എനിക്കെന്നാണ് അബൂബക്കർ സിദ്ദീഖിനെ പോലെയാകാൻ കഴിയുക? ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹം ആരാണ് എന്ന് പോലും അറിയിക്കാതെ ഈ സാധു മനുഷ്യനെ സഹായിക്കുന്നു. അതാണ് നന്മ. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകുന്നത്. 1ാമത്തെ പ്രഭാത നമസ്കാരം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ആ മനുഷ്യൻ എഴുന്നേറ്റ് ഓടി ഈ സാധു മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ അവിടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. തിരിച്ചു പോന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോടൊരു കുശലാന്വേഷണം നടത്തി. എന്താണ് താങ്കളുടെ വിവരം? താങ്കൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഈ സമയത്ത് ഈ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്നലെ വന്ന ആളല്ല ഇന്ന് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്കത് മനസ്സിലായത്? ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഇന്നലെ ഇതുവരെ വന്ന ആ മനുഷ്യനുണ്ടല്ലോ, എനിക്ക് രാവിലെ ഈത്തപ്പഴം നൽകും, താങ്കളും ഈത്തപ്പഴം നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഈത്തപ്പഴം നൽകുമ്പോൾ അത് പൊളിച്ച് അതിൻ്റെ കുരു കളഞ്ഞ് ചെറുതായി കീറി എൻ്റെ വായിലേക്ക് വെച്ച് തരും. താങ്കൾ ഈത്തപ്പഴം എൻ്റെ കയ്യിൽ വെക്കുകയാണ് ചെയ്തത്. ഇന്നലെ വന്ന ആളല്ല
ഇന്ന് വന്നത് എനിക്ക് ബോധ്യമായി. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്. ഹബീബായ പ്രവാചകൻ അവിടെയുള്ള കാട്ടറബികളെ ലോകത്ത് ഏറ്റവും ഉന്നതന്മാരാക്കിയത് ഈ നമസ്കാരത്തിലൂടെ. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ ചോദിക്കുന്നു, അല്ല ശുഐബ്, നിന്റെ നമസ്കാരമാണോ നിന്നെ ഈ ഉന്നത പെരുമാറ്റത്തിന് ഇടയാക്കിയത് എന്ന്? ആ നമസ്കാരം, ആ നോമ്പ്, ആ സക്കാത്ത്, ആ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യുന്നതമായ സ്വഭാവം ഉണ്ടാക്കണം. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലം സഅദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറായിട്ട് പറഞ്ഞയച്ചു. കൂഫക്കാരെ കുറിച്ച് മൊത്തത്തിൽ ഒരു അഭിപ്രായമുണ്ട്. അൽ കൂഫി ലാ യൂഫി, കൂഫക്കാരുടെ ഒരു പ്രകൃതിയാണത്. അവർ കൃത്യമായി വാഗ്ദാനം പാലിക്കാത്തവരാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂഫക്കാർ സഅദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു. അള്ളാന്റെ റസൂല് നമസ്കരിക്കുന്ന പോലെയല്ല ഈ ഗവർണർ നമസ്കരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിപരതയുടെ രാജാവാണ് അദ്ദേഹം. ലോകത്ത് എല്ലാ മുസ്ലിം രാജാക്കന്മാർ, ഭരണാധികാരികൾ പോലും പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് 947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മഹാത്മജി പറഞ്ഞു, ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാൻ ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്നത്. ഒരു ഇസ്ലാമിക ഭരണമല്ല മഹാത്മജി ആഗ്രഹിച്ചത്, ഖലീഫ ഉമറിന്റെ നീതിപൂർവമായ ഭരണം ഈ രാജ്യത്ത് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിനെ വിളിച്ചു, അല്ല സഅദ്, എന്താണ് താങ്കളെ കുറിച്ച് ഈ വിശ്വാസികളായ കൂഫക്കാർ പറയുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ, ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരിക്കലും തന്നെ അവരോട് അനീതി കാണിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് നമസ്കരിക്കുന്ന പോലെ ഞാൻ നമസ്കരിക്കുന്നു. ഒന്നാമത്തെ റക്അത്തിൽ വലിയ സൂറ ഞാൻ ഓതും, രണ്ടാമത്തെ റക്അത്തിൽ ചെറിയ സൂറയാണ് ഞാൻ ഓതാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ഖലീഫയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഖലീഫയ്ക്ക് മനസ്സിലായി, ബോധ്യമായി, സഅദിൻ്റെ അടുക്കൽ കുറ്റമില്ല എന്ന്. വീണ്ടും സഅദ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് തന്നെ ഗവർണറായിട്ട് നിയമിച്ചു. ആ സമയത്തും കൂഫക്കാർ സഅദിനെതിരിൽ പരാതി പറഞ്ഞു. ഞാനിത് പറയുന്നത്, ഈ പരാതി പറയുന്ന, ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അള്ളാഹു തട്ടുകയില്ല എന്നതിനുള്ള കഥയാണ്. അവസാനം കുടുങ്ങി സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്നെക്കുറിച്ച് ഈ പരാതി പറയുന്ന ഈ മനുഷ്യൻ അല്ലാഹ് നീ ദീർഘായുസ് നൽകണമേ. ദീർഘായുസ് മാത്രമല്ല, നല്ല ഭക്ഷണത്തിന് ആവശ്യം നൽകണമേ എന്നുള്ള പ്രാർത്ഥന. ഈ മനുഷ്യൻ ഒരുപാട് കാലം ജീവിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സമയത്ത് മറ്റുള്ള സഹാബികൾ ഈ മനുഷ്യൻ്റെ അടുക്കൽ പോയി ചോദിച്ചു, അല്ല സഹോദര, എന്താണ് നിൻ്റെ ഇന്നത്തെ അവസ്ഥ? ഈ സമയത്ത് ഈ സാധുവായ ഈ മനുഷ്യൻ, സഅദ് റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, സഅദിൻ്റെ ദുആ ആണ് എൻ്റെ ഇന്നത്തെ ജീവിതം എന്ന്. പ്രിയമുള്ളവരെ, അത് കൃത്യമായ സാക്ഷിപത്രമാണ്. നമ്മളൊരു മനുഷ്യനെ മാനസികമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അവരോട് ക്ഷമ ചോദിക്കണം. നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അങ്ങനെയാകണം. ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തൽഅഫീന ഫിൽ അർള് അലം തകുൻ അർളുല്ലാഹി വാസിഅ.
അള്ളാഹു നമ്മോട് ചോദിക്കാം, അക്രമിയായ മനുഷ്യരെ പിടിച്ചെടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത്, മരണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മലക്ക് ചോദിക്കും, അല്ല മനുഷ്യരെ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഈ മലായിക്കത്തുകളോട് പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, പാവങ്ങളായിരുന്നു, ദരിദ്രരായിരുന്നു, സ്വാതന്ത്ര്യമില്ലാത്തവരായിരുന്നു. ആ സമയത്ത് അല്ലാഹു തിരിച്ചു ചോദിക്കുന്ന മറുപടിയുണ്ട്, അലം തകുന്ന അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹാ, അതിലൂടെ നിങ്ങൾക്ക് പലായനം ചെയ്തുകൂടായിരുന്നോ എന്ന ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം നൽകുന്ന ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് നാം. ഈ സമയത്ത് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവർ കൂടിയാണ് നമ്മൾ. അല്ലാഹു നമുക്ക് നൽകിയ ആ വലിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാതെ, അള്ളാഹുവിൻ്റെ ഈ രൂപത്തിലുള്ള കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതെ, ഇസ്ലാം പഠിപ്പിച്ച അത്യുന്നതമായ മഹോന്നതമായ സംസ്കാര സ്വഭാവശീലങ്ങൾ ജീവിതത്തിൽ പകർത്തി മുത്തഖിയാകാതെ, പ്രിയമുള്ളവരെ, നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ അല്ലാഹുവിൻ്റെ ചോദ്യത്തിന് എങ്ങനെയാണ് നാം ഉത്തരം നൽകുക? ഹബീബായ പ്രവാചകൻ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനയിലെത്തി പ്രവാചകൻ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? സഹാബികളുടെ കൂടെ ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്നതാണ് സ്വപ്നം. ആ വർഷം ഉംറ നിർവഹിക്കുമെന്നൊന്നും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്, അത് സത്യസന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്കൊരുങ്ങി. റസൂലിൻ്റെ കൂടെ 1000-ൽ പരം സഹാബികളും ഉംറക്കൊരുങ്ങി. മക്കയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് മക്കയിലെ മുശ്രിക്കുകൾ ഒന്നാകെ വന്ന് പ്രതിരോധം തീർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചൊരു കരാറിൽ ഏർപ്പെടുകയാണ്, സന്ധി കരാർ. ആ കരാറിൻ്റെ പേരാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ഈ കഥ പറയുന്നത് ആ സന്ധിയിലെ ഓരോ കരാറും പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വിശ്വാസികൾക്ക് പരാജയമാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാർ പത്രത്തിൽ എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുശ്രിക്കുകൾ ചോദിച്ചു, അല്ല മുഹമ്മദേ, ഇത് അല്ലാഹ് റഹ്മാനും റഹീമുമാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെന്തിനാ ഈ തടയൽ? പിന്നെന്തിനാ ഈ പ്രതിരോധം? പിന്നെന്തിനാ ഈ ബഹിഷ്കരണം? പിന്നെന്തിനാ ഈ ഉപരോധം? അതുകൊണ്ട് അത് വെട്ടണം എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ബിസ്മില്ല എന്ന് മാത്രം എഴുതി, റഹ്മാനുർ റഹീം എന്നുള്ളത് വെട്ടി. രണ്ടാമത് മുഹമ്മദുൻ റസൂലുള്ള, ഇത് മുഹമ്മദുർ റസൂലുള്ളയാണ് ഈ കരാർ പത്രം എഴുതുന്നത്. അപ്പം മുശ്രിക്കുകൾ ചോദിച്ചല്ല മുഹമ്മദ്, നീ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ എന്നോ മുസ്ലിമായില്ലേ, അതുകൊണ്ട് റസൂൽ എന്ന് അംഗീകരിക്കാൻ പറ്റൂല, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതണം എന്നാണ്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതി. മൂന്നാമത്തെ നിബന്ധന എന്താ അറിയോ? മക്കയിൽ നിന്നൊരാൾ മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്നൊരാൾ ഇസ്ലാം ഒഴിവാക്കി മക്കയിലേക്ക് വന്നാൽ തിരിച്ചയക്കൂല. നബി ആ കരാർ എഴുതി. ഈ 3 കരാർ എഴുതിയപ്പോൾ ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വികാര അധിതനായി. നബിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അന്ത യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ,
താങ്കൾ അള്ളാന്റെ റസൂല് തന്നെയല്ലേ, അള്ളാന്റെ റസൂലല്ലേ താങ്കൾ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, അന റസൂലുള്ള, ഞാൻ അള്ളാന്റെ റസൂലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. 4ാമത്തെ കരാറ് മാത്രമാണ് ഇസ്ലാമിന് പ്രത്യക്ഷത്തിൽ അനുകൂലമായൊരു കരാർ. എന്താണത്? ആ 4ാമത്തെ കരാർ ദഅവത്ത് നടത്താൻ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, യുദ്ധമില്ലാത്ത സ്വാതന്ത്ര്യമുള്ളൊരു കാലം, അതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഈ കാലത്ത് ഹബീബായ പ്രവാചകൻ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും സന്ദേശം അയച്ചു രാജാക്കന്മാർക്ക്. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ 2 ലോകത്തും വിജയികളാണ് എന്ന രൂപത്തിലുള്ള സന്ദേശം അയച്ചു. ഈ ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് സൂറത്തുൽ ഫത്ഹിൽ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ. നിനക്ക് വളരെ പ്രത്യക്ഷത്തിലുള്ള നല്ലൊരു വിജയം ഇതാ സമ്മാനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് പരാജയമാണ് എന്ന് തോന്നിയാലും നമ്മുടെ നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനം അത് അതേ രൂപത്തിൽ നാം അനുസരിക്കണമെന്നതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു 2-3 വർഷം കഴിയുന്നതിൻ്റെ മുമ്പ് 10,000-കണക്കിന് വിശ്വാസികളോടൊത്ത് ഹബീബായ പ്രവാചകൻ മക്കയിൽ വന്ന് മക്ക വിജയിച്ചടക്കി. മക്ക ഫതഹ്, മക്ക വിജയം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക പ്രശസ്തമായ വിജയം ഇസ്ലാം ഒന്നാകെ വ്യാപിച്ചത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ളവരെ, നാം വിശുദ്ധ ഖുർആൻ പഠിക്കുക, ഹബീബായ പ്രവാചകന്റെ വസീയത്തുകൾ മനസ്സിലാക്കുക, പ്രവാചകൻ പഠിപ്പിച്ച സ്വഭാവ രീതികൾ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക, നമ്മുടെ പൊന്നുമക്കളിലൂടെ അത് വളർത്തിയെടുക്കുക. അവർക്ക് ഈ ഇസ്ലാമിൻ്റെ ഈ തീഷ്ണമായ ആദർശമുണ്ടല്ലോ, വിശ്വാസമുണ്ടല്ലോ, ഈ ജീവിത രീതിയുണ്ടല്ലോ, ഈ അത്യുന്നതമായ സംസ്കാരമുണ്ടല്ലോ, സ്വഭാവ പെരുമാറ്റ മര്യാദകളുണ്ടല്ലോ, പ്രിയമുള്ളവരെ, നമ്മിലൂടെ അത് അവർക്ക് മാതൃകയാക്കുക. നാം നമ്മുടെ പൊന്നുമക്കളെ അങ്ങേയറ്റം സ്നേഹിക്കണം. ഹബീബായ പ്രവാചകൻ മക്കളെ മാത്രമല്ല, പേരമക്കളെ, പേരക്കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുക. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ 2 പേരും റസൂലിൻ്റെ അടുക്കൽ വന്നു. റസൂലിനോട് മുട്ടുകുത്തി കൈകുത്തി ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 പേരും റസൂലിൻ്റെ മുതുകിൽ കയറിയിരുന്നു. സഹാബികൾ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്, എന്താ ഈ കുട്ടികൾ ഞങ്ങളുടെ റസൂലിനെ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ കയ്യുകുത്തി കാൽമുട്ടുകുത്തി അവരെ മുതുകിൽ കയറ്റിയിരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ആ പള്ളിയിലൂടെ സഞ്ചരിക്കാൻ കുതിരയാക്കുകയാണ് കുട്ടികൾ. ഹബീബായ പ്രവാചകൻ ആ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം കൊണ്ട് ഒരു കുതിരയെപ്പോലെ അവരെ പുറത്തിരുത്തി സഞ്ചരിക്കുകയാണ്, മുട്ടുകുത്തി പള്ളിയിലൂടെ നടക്കുക. മറ്റൊരിക്കൽ ഈ പേരക്കുട്ടി പള്ളിയിലേക്ക് വന്നു. പള്ളിയുടെ ഒരു മൂലയിൽ സക്കാത്തിൻ്റെ ഈത്തപ്പഴം, പഴുത്ത് പാകമായ ഈത്തപ്പഴം ഒരു കുന്നുപോലെ കൂട്ടിവെച്ചിട്ടുണ്ട്. പള്ളിയിലൂടെ ഓടി തുള്ളിക്കളിച്ച് നടക്കുന്ന ഈ പേരക്കുട്ടി ഈ ഈത്തപ്പഴത്തിൽ നിന്നൊന്നെടുത്ത് വായിലിട്ടു. ഇത് കണ്ട റസൂല് ഈ പേരക്കുട്ടിയെ കുതിര സവാരി നടത്തിച്ച ആ റസൂല് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തു. എന്നിട്ട് വിരല് വായിലിട്ടു. എന്നിട്ട് ആ ഈത്തപ്പഴം പുറത്തെടുത്തു. എന്നിട്ട് ആ കുഞ്ഞുമോനോട് പറഞ്ഞു, കിഹ്യാ ബുനയ്യ, കുഞ്ഞുമോനെ, നിന്റെ വായിലുള്ള ആ ഈത്തപ്പഴത്തിൻ്റെ മധുരമൂറുന്ന ഉമിനീരുണ്ടല്ലോ, അത് തുപ്പിക്കളയുമോനെ. അമ്മ അലിംത, നിനക്കറിയില്ലേ ഇത് സക്കാത്തിൻ്റെ ഈത്തപ്പഴമാണ്, പ്രവാചക കുടുംബത്തിന് അത് കഴിക്കാൻ പറ്റില്ല.
അത്ര എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞു പേരമക്കൾക്ക് ഇസ്ലാമിൻ്റെ നല്ല അത്യുന്നതമായ സ്വഭാവം പഠിപ്പിക്കുന്നു. പുറത്തിരുത്തി കുതിര സവാരി നടത്തിച്ച അതേ റസൂല് ഇസ്ലാമിൻ്റെ വിഷയം, അള്ളാഹുവിൻ്റെ കൽപ്പന 100% അത് പകർത്തി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ പൊന്നുമക്കൾക്ക് ആ ശീലം നാം നൽകണം. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതുപോലുള്ള അത്യുത്തമ സ്വഭാവശീലമുള്ള സച്ചരിതരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വന്ന കാര്യം, എൻ്റെ സഹോദരൻ ഹാരിസുദ്ദീൻ മൗലവി ഇവിടെ 5-6 വർഷം ദാഴിയായിരുന്നു. ഞാനൊരു 2 മാസം മുമ്പ് ഇവിടെ ഈ സെൻറ്ററിൽ വന്നു. പക്ഷേ ആ വരുന്ന സമയത്ത് ഉനൈസ് പാപ്പിനിശ്ശേരി ഇവിടെ ബുക്ക് ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരുങ്ങി വരും എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ ഉനൈസ് പാപ്പിനിശ്ശേരി വരും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പിരിവെടുക്കാൻ പറ്റൂല എന്ന് ഇതിൻ്റെ നേതൃത്വം പറഞ്ഞപ്പോൾ, അതാണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് നമ്മൾ പിണങ്ങിയിട്ടില്ല, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു നേതൃത്വം പറഞ്ഞാൽ ആ നേതൃത്വം ആരാകട്ടെ അവരെ നമ്മൾ അനുസരിക്കണം. ഞാൻ KNMൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. 286 ശാഖകളുണ്ട്, 27 മണ്ഡലങ്ങളുണ്ട്. ആ ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. 7 കൊല്ലമായി അതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. ഞാൻ KNMൻ്റെ മലപ്പുറം ഈസ്റ്റിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാനിവിടെ വന്നത് നിങ്ങളെന്നെ മടക്കിയേക്കാൻ പറ്റൂല എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഇവിടെ ഒരു നേതൃത്വമുണ്ട്, ആ നേതൃത്വത്തെ അനുസരിക്കണം. നമ്മളിപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അന്ന് മടക്കി അയച്ച അതേ ആളുകൾ എല്ലാവിധ അംഗീകാരത്തോടുകൂടെ നമുക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു തന്നു. പ്രിയമുള്ളവരെ, 9 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെയും ഇടയിൽ പ്രായമുള്ള 50 പൊന്നുമക്കൾ സലഫിയ കോളേജിൽ ഖുർആൻ ആശയ പഠനത്തോടൊപ്പം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 10 പൊന്നുമക്കൾ ഹാഫിളായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ 10 പൊന്നുമക്കൾ ഞങ്ങളുടെ വണ്ടൂർ മണ്ഡലത്തിൻ്റെ MLA അനിൽകുമാറിൻ്റെ കൂടെ, ഞങ്ങളുടെ കോളേജിൻ്റെ പ്രസിഡന്റ് K ജബ്ബാർ സാഹിബ്, സെക്രട്ടറി ജബീബ് ഷുക്കീർ, അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ്. ഈ ഫെബ്രുവരി 7-ാം തീയതി ഈ 10 മക്കൾക്കും സനദ് നൽകിയിട്ടുണ്ട്. ഇനി 1 വർഷം കൂടി ഈ പൊന്നുമക്കളെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് ആ ഹിഫ്ള് അതിലിങ്ങനെ കൃത്യതയുണ്ടാകാൻ വേണ്ടിയിട്ട് അവരെ അവിടെ തന്നെ നിർത്തും. അതോടൊപ്പം പുതിയ 10, 8, 9 പൊന്നുമക്കളെ 1 കൊല്ലം കൊണ്ട് ഹാഫിളാക്കും. 50 കുട്ടികളെ മാത്രമേ നമ്മൾക്ക് ഹിഫ്ള് കോളേജിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള താമസ സൗകര്യമേ അവിടെയുള്ളൂ. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുന്ന, പ്രവാചക വചനമായ ഹദീസ് പഠിക്കുന്ന, കർമ്മശാസ്ത്രം പഠിക്കുന്ന, വിശ്വാസ സ്വഭാവ കാര്യങ്ങൾ പഠിക്കുന്ന, അറബ് ഭാഷ ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്ന 103 ആൺകുട്ടികളും പെൺകുട്ടികളും അറബി കോളേജിലുമുണ്ട്. ഈ 153 കുട്ടികൾക്ക് 1 മാസത്തിൽ അവരുടെ പഠനവും അവരുടെ താമസവും അവരുടെ ഭക്ഷണവുമായിട്ട് 6 ലക്ഷം രൂപ ചെലവുണ്ട്. 3 ഏക്കറയും 83 സെൻറ്റ് സ്ഥലവുമുണ്ട് എന്നല്ലാതെ 1 അഞ്ചിൻ്റെ പൈസ വരവില്ല. ഇങ്ങനെ ഓരോ ദിവസവും 1 മാസത്തെ സംഖ്യക്ക് വേണ്ടിയിട്ട് നാട്ടിലൂടെ എല്ലാ സ്ഥലത്തും, മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ, കർണാടക മുതൽ കേരളത്തിൻ്റെ സംസ്ഥാന നഗരി വരെ ഞങ്ങളിങ്ങനെ മാറി മാറി നടക്കും. ഈ പ്രായമെത്തിയ പ്രസിഡന്റ് 75-76-ാമത്തെ വയസ്സാണ്. അദ്ദേഹവും എൻ്റെ കൂടെ ഇറങ്ങി വരാറുണ്ട്. ഈ നമ്മളെ ഹാരിസുദ്ദീൻ മൗലവിയെ അവിടെ ഒരു DMT ക്ലാസ്, ഡിപ്ലോമ അറബിക് മദ്രസ ടീച്ചർ എന്ന് പറഞ്ഞ് അധ്യാപികമാരെ വളർത്തിയെടുക്കുന്ന ഒരു 6 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അന്നാണ് ഹാരിസുദ്ദീൻ മൗലവിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടത്. അന്ന് തന്നെ
ഹാരിസുദ്ദീൻ മൗലയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ബഹ്റൈനിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വരണം. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം നാട്ടിൽ ഒരുപാട് ക്ലാസ്സുകൾ, ഇവിടെ ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും ക്ലാസ് എടുത്തതുപോലെ നാട്ടിലും അങ്ങനെ ഓടി നടന്ന് ദഅവാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ പോകുന്നതിലും ഒരുപാട് പ്രയാസം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗമായിട്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുന്ന എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത്, ആ കഴിയുന്ന സംഖ്യ നിങ്ങൾ നൽകണം. ഈ പൊന്നുമക്കൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, ദീനിന് വേണ്ടി. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ റിഫയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ എല്ലാവരും എഴുതി. എന്നാൽ ഒരു സ്ത്രീരത്നം സ്വകാര്യമായിട്ട് എൻ്റെ അടുക്കൽ വന്ന്